ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കഴിഞ്ഞ വർഷം യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എഞ്ചിനീയറിംഗിന് റിപ്പീറ്റ് ചെയ്ത 4 സ്റ്റുഡൻസ് ആണ്. 4 പേരും ജെഇ മെയിൻസ്, അതുപോലെ തന്നെ IMU, കേരള എഞ്ചിനീയറിംഗ്, കുസാറ്റ് പോലുള്ള എൻട്രൻസ് എക്സാമുകളിലൊക്കെ നല്ല സ്കോർ, നല്ല പെർസെന്റേജ് ഒക്കെ വാങ്ങിയിട്ട് 3 പേര് IMUലും ഒരാള് കീമിലും ജോയിൻ ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. സോ എങ്ങനെയൊക്കെയാണ് അവർ പ്രിപ്പയർ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ IMU പോലുള്ള ഇന്ത്യൻ മെരിടൈം യൂണിവേഴ്സിറ്റി പോലുള്ള ഒരു സ്ഥാപനത്തിലേക്ക് അവർക്ക് എങ്ങനെ അഡ്മിഷൻ കിട്ടി, അത് എന്തുകൊണ്ട് അവർ ചൂസ് ചെയ്തു, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ ചോദിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം ഓരോരുത്തരായിട്ട് ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷാനിസ്. ഞാൻ യൂണിവേഴ്സലിൽ റിപ്പീറ്റ് ആയിട്ട് ജോയിൻ ചെയ്തതാണ്. എൻ്റെ പേര് ഷാദുൽ. ഞാൻ IIT ബാച്ചിൽ റിപ്പീറ്റ് ചെയ്തതാണ് കഴിഞ്ഞല്ലോ. എവിടെയാണ് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്? IMU ജോയിൻ ചെയ്യാൻ പോവാണ്. IMU കൊൽക്കത്ത ക്യാമ്പസിൽ. ഏത് കോഴ്സ്? BTech മറൈൻ എഞ്ചിനീയറിംഗ്. ഓക്കെ, അടുത്ത ആള്. ഞാൻ ആദില്. ഞാനും ഇവിടെ IIT ബാച്ചിലായിരുന്നു റിപ്പീറ്റ്. IMU കൊൽക്കത്ത തന്നെ, BTech മറൈൻ എഞ്ചിനീയറിംഗ്. ഞാൻ അശ്വിൻ. ഞാനും അവിടെ IMU കൊൽക്കത്തയിലാണ് കയറാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ ജെഇ മെയിൻ്റെ ഒക്കെ പെർസെന്റേജുകൾ ഏത് റേഞ്ചിലുണ്ടായിരുന്നു? 94%. അപ്പൊ ജെഇ മെയിനിൽ പ്രതീക്ഷ നല്ലൊരു കോളേജ് കിട്ടാനുള്ള ഒരു ട്രിപ്ലൈറ്റ് ഒക്കെയാണ് സാധ്യത ഉണ്ടായിരുന്നത്. അപ്പോ അതുകൊണ്ട് IMU എന്നുള്ളത് അപ്പൊ തന്നെ തീരുമാനിച്ചിരുന്ന? അതിന്റെ മുന്നേ തീരുമാനിച്ചിരുന്നു. അതിന്റെ മുന്നേ തന്നെ, വെച്ചാൽ IMU റിസൾട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ആദ്യം പ്രതീക്ഷ ഉണ്ടായിരുന്നു. IMU പോലൊരു സ്ഥാപനം അല്ലെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചത്? എന്താണ് അങ്ങോട്ട്, അല്ലെങ്കിൽ ആ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സാണ്. അത് കണ്ടിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടിട്ടാണോ, അതല്ല വേറെ എന്തെങ്കിലും പ്രത്യേക താല്പര്യം ഉണ്ടോ? ഒരു വെറൈറ്റി കോഴ്സായി തോന്നി. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. രാജ്യങ്ങളും എൻജോയ് ചെയ്യാന്നുള്ള ആ ഒരു രീതിയും കൂടെ അതൊരു കാരണമാണ്. ഓക്കെ, സോ BTech മറൈൻ എഞ്ചിനീയറിംഗ് ഒക്കെ ജോലി അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഷിപ്പില് എഞ്ചിനീയേഴ്സ് ആയിട്ടാണ് ജോലി കിട്ടുക. അങ്ങനെയുള്ളവർക്ക് യൂഷ്വലി അതിന്റെ ബാക്കി പ്രോസ്പെക്ടസ് ഒക്കെ അന്വേഷിച്ചിരുന്നോ? അതായത് സീനിയർ, അതായത് ഓൾറെഡി പഠിച്ച ആളുകളുടെ അടുത്തൊക്കെ? ഇവിടുന്ന് ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പൊ അവരെന്തൊക്കെ പറഞ്ഞത്? അവിടുത്തെ ക്യാമ്പസും പഠിക്കുന്ന സ്റ്റുഡന്റ് ആണോ? ഓക്കെ, അപ്പൊ എന്ത് പറഞ്ഞു ക്യാമ്പസിനെ പറ്റി? ക്യാമ്പസിനെ പറ്റി അവിടുത്തെ നിയമങ്ങളും അവിടുത്തെ രീതികളും വേറെ കൾച്ചറാണല്ലോ നമ്മളെ കേരളത്തിൽ നിന്ന് മാറി. ഓക്കെ, അല്ല ഇത് കോഴ്സ് കഴിഞ്ഞു പോയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ അവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ എന്താണ്? 100% പ്ലേസ്മെന്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ സേഫ് ആണെന്നുള്ള അതും കൂടെ ഉണ്ട്. കൊൽക്കത്ത ചൂസ് ചെയ്താണോ ചെന്നൈന്റെ എബോവ് ആയിട്ട് ചെന്നൈ ക്യാമ്പസിന്റെ ബെറ്റർ ആയിട്ടുള്ള ക്യാമ്പസ് കൊൽക്കത്തയാണെന്നുള്ളത് അത് ചൂസ് ചെയ്തു? ഓക്കെ, നിങ്ങളൊക്കെ എങ്ങനെയാണ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിപ്പീറ്റ് ചെയ്യാൻ എത്തിയത്? എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? ഓൾറെഡി ഇവിടെ പഠിച്ചിരുന്ന സ്റ്റുഡൻസ് ആയിരുന്നോ, അതോ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഞ്ചിനീയറിംഗ് റിപ്പീറ്റ് ചെയ്യാൻ നേരത്തെ അങ്ങ് തീരുമാനിച്ചതാണോ? റിപ്പീറ്റ് ചെയ്യാൻ വിചാരിച്ചിരുന്നു. അപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഇങ്ങനെ അന്വേഷിച്ചപ്പോ ഫീസും കുറവാണ്, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഹോസ്റ്റലും റൂൾസും എല്ലാം കൊണ്ടും ബെറ്റർ ആയിട്ട് തോന്നി. ക്ലാസ്സും അങ്ങനെ. ആരെങ്കിലും റെഫർ ചെയ്തതാണോ? അല്ലല്ല, യൂട്യൂബിലും അല്ലാതെ അന്വേഷിച്ചും പിന്നെ ഇവിടെ പഠിച്ചവര് ചോദിച്ചറിഞ്ഞു. എന്റെ കാക്ക പറഞ്ഞു കേട്ടതാണ്. ഹോളിഡേ ബാച്ചിലുണ്ടായിരുന്നു. ഞങ്ങള് കസിൻസ് ആണ്. അപ്പൊ അവന്റെ കാക്ക തന്നെയാണ് എന്നെ റെഫർ ചെയ്തത്. നീ ഇവിടെ ഓൾറെഡി ട്യൂഷൻ ബാച്ചിൽ ഉണ്ടായിരുന്ന ആളാണ്. ഓക്കെ, ഇവിടെ വന്നിട്ട് ക്ലാസ്സും കാര്യങ്ങളും എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? അതായത് റിപ്പീറ്റ് ചെയ്യണ ഒരു 1 ഇയർ എന്ന് പറയുന്നത് എന്തായിരുന്നു ഫീലിംഗ്? മൊത്തത്തില് കഷ്ടപ്പാടായിരുന്നു. കാരണം +1 +2 നിങ്ങളൊക്കെ ക്ലാസ്സിന് പോയിരുന്ന ആൾക്കാരാണ്. എൻട്രൻസ് ഓറിയന്റഡ് ക്ലാസ്സിനൊന്നും പോയി ശീലമില്ല. ഒരു എൻട്രൻസ് ഓറിയന്റഡ് ക്ലാസ് +1 +2 പോയിട്ടില്ല. 3 ആളോ ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു? ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ജെഇ മെയിൻസ് ലെവൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ചെയ്തു പരിചയമില്ല. ഓക്കെ, അപ്പോ അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഡെഫിനറ്റ്ലി തുടക്കത്തിൽ നമ്മൾ എസ്പെഷ്യലി ജെഇ ബാച്ചിന്റെ പ്രത്യേകത പറയുമ്പോൾ ജനുവരിയിലേക്ക് ഫസ്റ്റ് ജെഇ മെയിൻസിലേക്ക് ചാപ്റ്റർ തീരണം. അപ്പോഴേക്ക് മെയിൻസിന്റെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഫിനിഷ് ചെയ്യണം, അഡ്വാൻസിലേക്ക് കടന്നില്ലെങ്കിൽ. അപ്പോ നല്ല ലെവലിലായിരിക്കും ക്ലാസ്സും പോകുന്നുണ്ടാവും, സ്പീഡ് ഉണ്ടാവും. എന്നിട്ട് അതൊക്കെ മാനേജ് ചെയ്യേണ്ടി വന്നു. ഓക്കെ, IMU എക്സാം ആയപ്പോഴേക്ക്, അല്ലെങ്കിൽ IMU എക്സാമിന് പ്രത്യേകിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്ന? അഡ്വാൻറ്റേജ് IIT ബാച്ചിൽ ജോയിൻ ചെയ്ത് IITക്ക് വേണ്ടി പഠിച്ചുകൊണ്ട് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടും നല്ല റാങ്ക് ഒക്കെ കിട്ടാൻ പറ്റി. എന്ന് വെച്ചാല് IMUല് ഈ പറയുന്ന ലെവലിലുള്ള നല്ല റാങ്കും നല്ല ക്യാമ്പസിൽ എത്താനുള്ള കാരണം ജെഇന്റെ അഡ്വാൻസ് ലെവൽ ബാച്ചിൽ പ്രിപ്പയർ ചെയ്തു എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, എന്ന് വെച്ചാല് അഡ്വാൻസിന്റെ ലെവലിലേക്കുള്ള നിങ്ങൾ എത്തിയില്ല, അല്ലെങ്കിൽ അഡ്വാൻസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത് മറ്റ് എക്സാമുകൾക്ക് ഗുണമായി. ഓക്കെ, കീമിനൊക്കെ റാങ്ക് എങ്ങനെ വന്നിട്ടുണ്ട്?
നിനക്ക് നല്ല റാങ്ക് ഉണ്ടല്ലോ. 523. ഓക്കെ. സോ കീമിലുള്ള കോഴ്സുകൾക്കൊന്നും അല്ലെങ്കിൽ CET-യിലൊന്നും ഈ CS-നൊന്നും പോണില്ല എന്ന് തീരുമാനിച്ചിട്ടാണല്ലോ? ഇത് കുറച്ചുകൂടെ താല്പര്യത്തോടു കൂടി ചൂസ് ചെയ്തതാണ്. ഓക്കെ. ബാക്കിയുള്ളവരൊക്കെ? എനിക്ക് 1632 റാങ്ക് വന്നത്. 3000 എന്റെ കീം. 3000 കീം റാങ്ക്. ഓക്കെ. അതിലൊക്കെ കീമിൽ കേരളത്തിൽ നല്ല കോഴ്സുകൾ നല്ല കോളേജുകളൊക്കെ കിട്ടും. സ്റ്റിൽ IMU ആണ് ചൂസ് ചെയ്തത്. ഫൈൻ. സോ IMU ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള, സാധാരണ നമ്മൾ കണ്ടോ കേട്ടോ പരിചയം ഇല്ലാത്തൊരു ഡിഫറെന്റ് കോഴ്സാണ് ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ്. ഷിപ്പിലാണ് മോസ്റ്റ്ലി ജോലി വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷിപ്പ് ഏതൊക്കെ നാട്ടിൽ ചെല്ലുന്നുണ്ടോ അവിടെയൊക്കെ വിസിറ്റ് ചെയ്യാനും അവിടുത്തെ കൾച്ചറായിട്ട് ഇന്ററാക്ട് ചെയ്യാനൊക്കെ ഉള്ള ഫെസിലിറ്റീസ് കിട്ടുന്ന അങ്ങനെ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. കുറച്ച് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഹാർഡ് ലേബർ ഒക്കെ വരുന്ന സംഭവം തന്നെയാണ്. സ്റ്റിൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ. ഏതായാലും എല്ലാവരും നല്ല രീതിയിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ കമ്മിങ്.